എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് റിപ്പോർട്ടറിലേക്ക് വിശദമായി കടക്കുകയാണ്. നടി തൃഷയ്ക്ക് എതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. തഞ്ചാവൂർ സെങ്കിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുതിർന്ന നേതാക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ഉദയനിധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. നാളത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഉദയനിധി പങ്കെടുക്കും. ദ്വയാർത്ഥ പരാമർശം നടത്തിയിട്ടില്ലെന്നും വ്യാജ കേസ് ചുമത്തി ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ഉദയനിധി സ്റ്റാലിൻ പ്രതികരിച്ചു. பயப்பட மாட்டேன். இன்னும் 100 முறை பேசுவேன், மீண்டும் பேசுவேன். அதில் சில பேர் சொல்லியிருக்கிறாங்க நான் இரட்டை அர்த்தத்தில் பேசிட்டேன், டபுள் மீனிங்கில் பேசிட்டேன் அப்படின்னு சொல்லியிருக்கிறாங்க. நான் நிச்சயமாக டபுள் மீனிங்லலாம் பேசவே இல்லை. நான் ஒரே மீனிங்கில் தான் பேசினேன், சிங்கிள் மீனிங்கில் தான் பேசினேன், மீண்டும் பேசுவேன். இந்த முறை தண்ணீர் வரலை, காவேரிக்கு தண்ணீர் வரணும், இதைத்தான் நான் பேசினேன். இதை மீண்டும் மீண்டும் நான் பேசுவேன். எனவே இந்த மாதிரி பொய் வழக்குகளுக்கெல்லாம் பயப்பட போகிறதில்ல. இது சட்ட ரீதியாக சந்திக்க நான் தயாராக இருக்கின்றேன். ഉദയനിധി സ്റ്റാലിൻ അല്പസമയത്തിനകം ചെന്നൈയിലെത്തും. അവിടെ നിന്ന് ഇപ്പോൾ MG പ്രതീക്ഷ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. MG പ്രതീക്ഷ, ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന നാടകീയ സംഭവങ്ങൾ, പ്രതിപക്ഷ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു ദ്വയാർത്ഥ പരാമർശത്തിൽ. ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ DMK പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ചെന്നൈയിലേക്ക് അദ്ദേഹം എത്താൻ പോവുകയാണ്. നാളെ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ DMK പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ടോ വിമാനത്താവളത്തിൽ? ആര്യ, തമിഴക രാഷ്ട്രീയം ഈ അടുത്തിടെയൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത നാടകീയതയ്ക്കാണ് കഴിഞ്ഞ മണിക്കൂറുകൾ സാക്ഷിയായത്. ആ നാടകീയതയ്ക്കൊടുവിൽ പിന്നീട് ചെന്നൈയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെന്നൈ വിമാനത്താവളമാണ്. അല്പസമയത്തിനകം തൃച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഉദയനിധി സ്റ്റാലിൻ എത്തും. ഇപ്പോൾ വിമാനം ഈ എയർപോർട്ടിൽ ഇറങ്ങി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദയനിധി സ്റ്റാലിനെ സ്വീകരിക്കാനായി DMK പ്രവർത്തകർ എയർപോർട്ടിന് പുറത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ ആവേശമാണ് പ്രവർത്തകരുടെ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രവർത്തകർക്ക് പുറമെ മുതിർന്ന DMK നേതാവ് TK ഇളങ്കോവൻ ഉൾപ്പെടെയുള്ള ആ മുതിർന്ന നേതാക്കൾ എയർപോർട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉദയനിധി സ്റ്റാലിൻ പുറത്തേക്ക് വരും. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഒരു സർക്കാർ നടപടി അല്ലെങ്കിൽ ഒരു പോലീസ് നടപടി ഉദയനിധി സ്റ്റാലിനെതിരെ ഉണ്ടായിരുന്നത്. കാരണം ഈ ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം തഞ്ചാവൂരിലെടുത്ത കേസിൽ തഞ്ചാവൂരിലേക്ക് ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുപോവുകയായിരുന്നു. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഈ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്കാണ് DMK കടന്നത്. ഈ തഞ്ചാവൂരിലേക്ക് പോകും വഴി ഉൾപ്പെടെ വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാത്രമല്ല തഞ്ചാവൂർ സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സിംഗപ്പെട്ടി സ്റ്റേഷനിലാണ് ഉദയനിധി സ്റ്റാലിനെ എത്തിച്ചത്. അവിടെയും നാടകീയത ഉണ്ടായിരുന്നു. കാരണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തഞ്ചാവൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടുകൂടി തന്നെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായില്ല. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംസാരിച്ചതിന് ശേഷമാണ് സിംഗപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്തത്. ഏകദേശം 1 മണിക്കൂറോളമാണ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യുന്ന ഈ സമയത്തൊക്കെ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പുറത്ത് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമായിരുന്നു. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. ഒപ്പം ഈ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചും ഉദയനിധി സ്റ്റാലിനെ പിന്തുണച്ചും പ്രവർത്തകരുടെ വലിയ ആവേശമായിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നത്. അവിടെ വച്ച് ഈ ചോദ്യം ചെയ്ത് വിട്ടയക്കുമ്പോൾ തന്നെ ഉദയനിധി സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത്. ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്നതായിരുന്നു ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ആദ്യ പ്രതികരണം. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ഈ ചെന്നൈ വിമാനത്താവളത്തിലെത്തും. ഈ സ്വീകരിക്കാനായി പൂക്കളും DMKയുടെ കൊടികളും ഒക്കെ തന്നെയായി ഈ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആവേശമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ കുറെ മണിക്കൂറുകളായി തന്നെ പ്രവർത്തകർ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണങ്ങൾ ചോദിക്കാം. அதாவது எங்களுடைய சின்னவரை பார்த்து இன்றைக்கு ஒட்டுமொத்த தமிழ்நாட்டில் இருக்கின்ற தற்கூரி கட்சியை சார்ந்த அனைவருமே பயந்து கொண்டிருக்காங்க. அவர் என்ன கேட்டார்னா காவேரியில தண்ணி வரலன்னு தான் சொல்லியிருக்காரு. நேற்று ஆடி 18 காவேரி திருச்சி மாவட்டத்தில் தண்ணி வரல, அதை தான் அவர் சொல்லியிருக்காரு. அதை தாண்டி லாட்ரி வித்த ஒரு அமைச்சர் 6 மாசம் இருங்கடான்னு சொல்லிட்டு ஆபாசமா பேசினார். அதை பத்தி யாரும் கேட்கல.
கொளத்தூர்ல நிக்கிற ஒரு எம்எல்ஏ என்ன சொன்னார்னா, ஒரு அப்பனுக்கு பிறந்திருந்தா வாங்கடான்னு சொல்லிட்டு ஆபாசமா பேசினாரு. அதை பத்தி பேசல. ஒரு சிட்டிங் அமைச்சர் ஜெட்டிய கைட்டி அடிப்பேன்னு சொல்றாங்க. அதெல்லாம் உங்களுக்கு நாகரிகமான பேச்சா இருக்குதா? நாங்க பேசுறது வந்து நாகரிகமான பேச்சா இல்லையா? அதை பார்த்துட்டு என்ன பண்றாங்கன்னா, நாளைக்கு சட்டசபை கூடுது, நிதிக்கோ நீதிக்கோ வித்தியாசம் தெரியாத ஒரு அமைச்சர் நாளைக்கு பட்ஜெட் படிக்க போறாரு. அவர் பட்ஜெட் படிக்கிறது எவ்வளவு திணற போறாருன்றது தெரியல. அதுக்கு எங்க ஒரு மானிய கோரியில கேள்வி கேட்ட போறாரு பயந்துங்கன்னு கரெக்டா இன்னைக்கு அரெஸ்ட் பண்ணிருக்காங்க. മിസ്സാവയെ பார்த்தவங்க நாங்க இதுக்கு பயப்பட மாட்டோம். അതാണ് കാരണം നാളെ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ നടപടിയാണ്, പ്രതികാര നടപടിയാണ് എന്നതാണ് ഈ DMK പ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല ഈ TVKയിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും തന്നെ നടപടി സ്വീകരിക്കാതെ രാഷ്ട്രീയ നടപടിയുടെ ഭാഗമായി ഉദയനിധി സ്റ്റാലിനെതിരെ നടപടി സ്വീകരിച്ചു എന്നതാണ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രവർത്തകരുടെ അണപൊട്ടിയ ആവേശമാണ് കണ്ടത്. അത് ഓരോ ഇടങ്ങളിലും. കാരണം ഈ നീലാങ്കരയിലുള്ള ചെന്നൈയിലെ വീട്ടിൽ നിന്ന് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് തഞ്ചാവൂരിലേക്ക് പോകും വഴിയിലുടനീളം വലിയ പ്രതിഷേധമായിരുന്നു. ഈ പോലീസ് കൊണ്ടുപോയ വാഹനം തടഞ്ഞു നിർത്താനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനൊക്കെ തന്നെ പോലീസ് വളരെ പാടുപെട്ടിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്തതിനു ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചതും ഉദയനിധി സ്റ്റാലിൻ തിരികെ ചെന്നൈയിലേക്ക് എത്തുന്നതും. എന്തായാലും ഇതുമായി ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമായി കത്തിക്കയറുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളതാണ്. നേരത്തെ ഇപ്പോൾ പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ, സെങ്കപ്പെട്ടി പോലീസ് സ്റ്റേഷനിലായിക്കോട്ടെ, പ്രവർത്തകരുടെ വലിയ ഒരു പങ്കാളിത്തം, പിന്തുണ, ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഉദയനിധിക്ക് വലിയ വരവേൽപ്പ് നൽകുന്നതും എല്ലാം കണ്ടു. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങിയ ഉദയനിധി പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. വിജയ് സർക്കാർ തന്നോട് രാഷ്ട്രീയ പ്രതികാരം തീർക്കുകയാണ് ചെയ്തത്. താൻ ദ്വയാർത്ഥ പ്രയോഗം ഒന്നും നടത്തിയിട്ടില്ല, സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത്. ആ വാക്യം ഇപ്പോൾ DMK പ്രവർത്തകരും ഏറ്റെടുക്കുകയാണ്. അത്തരത്തിൽ ഉദയനിധിക്ക് വലിയ പിന്തുണയുമായി അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. നാളെ ഇനി സഭയ്ക്കകത്തും ഈ വിഷയം ആളിക്കത്തുന്നത് നമുക്ക് കാണാൻ കഴിയില്ലേ? ആര്യ, തീർച്ചയായും. കാരണം അപ്രതീക്ഷിതമായാണ് വിജയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ തമിഴ്നാട്ടിൽ അധികാരം ഏറ്റെടുക്കുന്നത്. DMK പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിജയ് സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിന് പിന്നാലെ തന്നെ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ നേരത്തെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടക്കുകയായിരുന്നു. ഒപ്പം ഈ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിജയും ഉദയനിധി സ്റ്റാലിനും ഏറ്റുമുട്ടുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഉദയനിധി സ്റ്റാലിന്റെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയപരമായി തന്നെ നേരിടാനും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനും തന്നെയാണ് DMKയുടെ തീരുമാനം. നാളെ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ബഡ്ജറ്റ് സമ്മേളനമാണ്. വിജയ് സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ നിയമസഭയിൽ ഒരു പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് DMKയുടെ തീരുമാനം. കാരണം ഈ അറസ്റ്റിന് പിന്നാലെ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK ആസ്ഥാനത്ത് അടിയന്തര യോഗം ചേർന്നിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം തീർക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും DMKയും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ അറസ്റ്റോടുകൂടി തന്നെ ഉദയനിധി സ്റ്റാലിന് ഒരു രക്തസാക്ഷി പരിവേഷം കൂടി കിട്ടി എന്നതാണ് DMK കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപടിയെ രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുക തന്നെയാണ് DMKയും ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട TVK ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം സ്ത്രീകൾക്കെതിരെയാണ് മോശം പരാമർശം ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം ഉണ്ടായാൽ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഈ നടപടിയുടെ കൂടി ആവർത്തിക്കുകയാണ്. കാരണം ഈ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ വിജയ് സർക്കാർ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയാൽ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശം ഈ അറസ്റ്റിലോടുകൂടി ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞു. അതാണ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനമായും TVK നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രമല്ല TVK MLA ഇന്ന് പ്രതികരിച്ചത് ജയലളിതയായിരുന്നു ഭരണത്തിലെങ്കിൽ ജയലളിതയും ഇത് തന്നെ ആയിരിക്കും ചെയ്യുക എന്നുള്ള പ്രതികരണങ്ങളടക്കം TVKയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നതാണ്. അത്തരത്തിൽ വലിയ ഒരു കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം പോവുകയാണ്. അതിൻ്റെ കൂടി ആ ഭാഗം അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നതും.
അറസ്റ്റ് ചെയ്ത സിംഗപ്പട്ടെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അതിന് പുറത്ത് തടിച്ചുകൂടിയ പ്രവർത്തകരെ കണ്ടതാണ്. പ്രവർത്തകരുടെ ആവേശം പല സമയങ്ങളിലും അണപൊട്ടി അത് പോലീസുമായ ഒരു ഉന്തും തള്ളലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്ത് പുറത്തേക്ക് വന്ന MK സ്റ്റാലിന് അതിഊഷ്മളമായ വരവേൽപ്പാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ഒരു തുറന്ന ജീപ്പിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്താണ് ഈ ഉദയനിധി സ്റ്റാലിൻ പുറത്തേക്ക് വന്നതും പിന്നീട് തൃച്ചി വിമാനത്താവളത്തിലേക്ക് പോയതും അവിടെ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ച്, അതായത് എവിടെ നിന്നാണോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവിടേക്ക് തിരിച്ചെത്തുമ്പോഴും പ്രവർത്തകരുടെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കളാണ് ഏറ്റവും മുൻഭാഗത്തുള്ളത്. അവരുടെ ഒരു പിന്തുണ, ഒപ്പം ആ ഒരു പ്രതിഷേധത്തിൽ ഉൾപ്പെടെ ഈ DMK-യിലെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. ആ മുതിർന്ന നേതാക്കൾക്ക് പിന്നിൽ ഇപ്പോൾ അണിചേർന്നിരിക്കുന്നത് ഈ DMK പ്രവർത്തകരാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. നമ്മളിപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ നാടകീയ സംഭവങ്ങളൊക്കെ കാണുന്നതാണ്. ഇതിപ്പോൾ TVK-ക്ക് എതിരെ എന്ന് പറയുമ്പോൾ വിജയ്ക്കെതിരെയുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് DMK പ്രവർത്തകർ കടന്നിരിക്കുന്നത്. അപ്പോൾ മറുചേരിയിൽ നിന്നുള്ള പ്രവർത്തകരുടെ നീക്കങ്ങൾ അത് ഏത് തരത്തിലാണ്? ഒരു മറു പ്രതിഷേധം എന്നുള്ള നിലയിൽ DMK TVK പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ അതിസങ്കീർണമാകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ആര്യ, തീർച്ചയായും. കാരണം ഇന്ന് അറസ്റ്റിന് പിന്നാലെ തന്നെ ഈ DMK TVK ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുണ്ട്. അത് നേരിട്ടല്ലെങ്കിൽ കൂടിയും ഈ ഓരോ വാദങ്ങൾ, അതായത് പ്രധാനമായും ഈ അറസ്റ്റിനെതിരെ DMK ഉന്നയിക്കുന്ന ഓരോ വാദങ്ങളെയും ആ നാണയത്തിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടാണ് TVK പ്രതിരോധിച്ചത്. മാത്രമല്ല ഇന്ന് ഈ നിയമസഭയ്ക്ക് പുറത്തായിരുന്നു ഇത്തരത്തിൽ ഏറ്റുമുട്ടലെങ്കിൽ നാളെ നിയമസഭയ്ക്ക് അകത്ത് ഈ ഏറ്റുമുട്ടലുകൾക്ക് കൂടി വേദിയാകും നിയമസഭ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞ ഒരു വാദം തന്നെയാണ് പ്രധാനമായും TVK ഉന്നയിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടുകളും വച്ചുപൊറുപ്പിക്കില്ല. അവർക്കെതിരെ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകും. അത് പ്രതിപക്ഷ നേതാവായാൽ പോലും അത്തരത്തിലായിരിക്കും നടപടി എന്ന് തന്നെയാണ് TVK പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിജയ് സർക്കാർ പോയത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ഈ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയി. ആ പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ കോഴ്സ് ഓഫ് അറസ്റ്റ് പോലും ചോദ്യം ചെയ്തു. കാരണം 12 മണിവരെ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പോലും മറികടന്നുകൊണ്ട് അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെയാണ് ആദ്യം സ്വീകരിച്ച കർക്കശമായ നിലപാടിൽ നിന്ന് ഒരുപടി പിന്നോട്ട് TVK പോയതും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡി വേണ്ട, ചോദ്യം ചെയ്താൽ മാത്രം മതി എന്നുള്ളൊരു നിലപാട് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ അറിയിക്കുക കൂടി ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചിരിക്കുന്നത്. അതിൽ അല്പസമയത്തിനകം ഉദയനിധി സ്റ്റാലിൻ എയർപോർട്ടിലെ പുറത്തേക്ക് വരും. വലിയ ഒരു സ്വീകരണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ആയിരക്കണക്കിന് പ്രവർത്തകർ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള കാഴ്ചകൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ DMK പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം കാണാൻ സാധിക്കും. ഉദയനിധി സ്റ്റാലിനെ സ്വീകരിക്കുവാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ്. TVK-ക്ക് അറിയില്ല DMK ആരാണ് എന്നുള്ള വെല്ലുവിളി കൂടിയാണ് ഉദയനിധി ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അത് DMK പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. വലിയ ശക്തി പ്രകടനമായി കൂടി DMK-യുടെ ശക്തി പ്രകടനമായി കൂടി ഈ കാഴ്ചകളെല്ലാം മാറുന്നു എന്നുള്ളതാണ്. MG പ്രതീഷാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.